അടുക്കള അടക്കി പറക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ കാട്ടിൽ കുറച്ചധികം നാളായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ കാണുന്ന സംഭവം. ഇന്ന് വരെ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്താലോ? കുറേ നാളായില്ലേ ഇതിനെ കാട്ടിൽ കിടക്കുന്നത്. മേടിച്ചോളൂ കേട്ടോ, സംഭവം കിടുവാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. മാത്രമല്ല 6 കിലോ സാധനങ്ങൾ വരെ ഉൾക്കൊള്ളാവുന്ന 6 കമ്പാർട്ട്മെന്റുകൾ ഇതിനുണ്ട് കേട്ടോ. പയറുധാന്യവർഗ്ഗങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ സിറിയൽസോ മില്ലറ്റ്സോ ഒക്കെ ഇട്ട് വയ്ക്കാം. 6 തരത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. ഒരു പുൾ ഔട്ട് ട്രേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഒരു അക്രീലിക് ടൈപ്പാന്ന് തോന്നുന്നു. പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ തോന്നിക്കും. ഇവിടെ കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇട്ട് വെച്ചിരിക്കുന്നത് എന്താണോ അതിങ്ങോട്ട് താഴത്തേക്ക് പോരും കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇതാണ് അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓരോരോ സംഭവങ്ങളായിട്ട് ഇട്ട് നോക്കിയാലോ. 1 കിലോ വരെ കൊള്ളുന്നതാണ് കേട്ടോ പറയണത്. നമുക്ക് 1 കിലോനൊന്നും നമ്മളിവിടെ ആകെ 3 ആൾക്കാരല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ 1 കിലോനൊന്നും അങ്ങനെ മേടിച്ച് വെക്കാറുമില്ല. എല്ലാം നല്ല പ്രോട്ടീൻ സോഴ്സ് ആണെന്നല്ല പറയാറ്. അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയറുമ്പോൾ തന്നെ തുടങ്ങാം അല്ലേ. ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പരിപ്പ്, പയർ, കടല എന്നീ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മില്ലറ്റ്സുകൾ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഏതായാലും സ്റ്റോർ ചെയ്യണം എന്ന് തോന്നുന്ന എല്ലാ ഐറ്റംസും, ഇവിടെ കണ്ണിൽ കാണണം എന്ന് തോന്നുന്ന എല്ലാ ഐറ്റംസും എന്ന് പറയുന്നതായിരിക്കും ശരി. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ചില സംഭവങ്ങൾ നമ്മൾ ഉച്ചൂറ്റി പോകാറൊക്കെ ഇല്ലേ, ഈ കടലയും പയറും പരിപ്പൊക്കെ കണ്ണിൽ കാണാത്ത കാരണം കൊണ്ടാണ് ഡെയിലി നമ്മളത് മറന്നു പോകും ഈ ഒരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുമ്പോഴും നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉഴുന്നടക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു കളർ പരിപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു നമ്മുടെ മഞ്ഞപ്പരിപ്പ് ഇടുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിൽ ഉച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കുക. ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പുൾ ഔട്ട് ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലത്തെ 1-2 മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലവും ലാഭിക്കാൻ പറ്റും, പൈസയും ലാഭിക്കാൻ പറ്റും, കാശും ലാഭിക്കാൻ പറ്റും. കാരണം നമുക്കിത് കാണാമല്ലോ നമ്മുടെ കണ്ണിലുള്ള കാര്യം. കടലേക്ക് വരാനായിട്ട് ഒരു അമാന്തം പോലെ എന്നോടാ കളി. 4 കുലുക്ക് കുലുക്കിയപ്പോൾ ആ സംഭവം പുറത്ത് ചാടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, കമ്പാർട്ട്മെന്റ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കറുവപ്പട്ട ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രാണികളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ സംഭവം കിടുവാണ്. ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ലിങ്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കൺമുന്നിൽ കാണുന്ന കാരണം കൊണ്ടേ ഇനി നമ്മുടെ പയറുവർഗ്ഗങ്ങളൊന്നും നശിച്ചു പോവില്ല.